ഹലോ, വെൽക്കം ടു ഷാലസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളുടെ ഓണം സ്പെഷ്യലായിട്ട് ഞാൻ കരുതി നമുക്കെല്ലാവരുടെയും ഫേവറേറ്റായ ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കാമെന്ന്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ് കേട്ടോ. ഈ അരിയൊന്നും അരക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടിയത് 1/2 കപ്പ് മൈദയാണ്. ഇനി ഇതിലോട്ട് വേണ്ടിയത് 2 ടേബിൾ സ്പൂൺ റവ. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ പറഞ്ഞത് റവ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊടി ഐറ്റംസ് ആയിട്ട് വേണ്ടിയത്. ഇനി കുറച്ചും കൂടി ഉണ്ണിയപ്പത്തിനൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങാക്കൊത്താണ്. പിന്നെ അതുപോലെ ശർക്കരയും. അപ്പോൾ ശർക്കര ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് വേണ്ടിയത് 1/2 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇത് രണ്ടും ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരുപാട് ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശർക്കര പെട്ടെന്ന് കരിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടോടെ തന്നെയാണ് നമ്മളിത് ഒഴിക്കണത്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ശർക്കരയുടെ പണി കഴിഞ്ഞിട്ട് മാത്രം ഞാനിവിടെ ഈ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് എല്ലാതും കൂടി ഒന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നമ്മുടെ അരിപ്പൊടിയും മൈദയും അതേപോലെ നമ്മുടെ ഗോതമ്പ് പൊടിയും റവയുമാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചൂടോടെ നമ്മുടെ ശർക്കര പാനിയും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചൂടോടെ തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സൊക്കെ നല്ലോണം കിട്ടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ബാറ്റർ കുറച്ചും കൂടി തിക്കായിരുന്നു. ഒരു ഇത്തിരി ലൂസാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചത്. ഒരുപാട് ഒഴിക്കണ്ട, ഒരു 1/4 കപ്പ് ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ ഇതുപോലെ കുറച്ച് തിക്കായിട്ടും അതേപോലെ ലൂസായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതിലോട്ട് ബേക്കിംഗ് സോഡ മാത്രം ഇടാനുള്ളൂ. ബേക്കിംഗ് സോഡ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങാക്കൊത്തൊന്ന് മൊരിച്ചെടുക്കാം. തേങ്ങാക്കൊത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് തികച്ച ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തിന് ഇഷ്ടമാണെങ്കിൽ മാത്രം തേങ്ങാക്കൊത്ത് ഇടാം. കുറേ പേർക്കത് ചിലപ്പോൾ കടിക്കണതൊന്നും അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമുണ്ടാവില്ല. എന്നാലും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കരിയാണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് നല്ലൊരു ഭംഗിയുള്ളൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നെയ്യും അതേപോലെ തേങ്ങാക്കൊത്ത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ചൂടോടെ തന്നെയാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ എണ്ണ ഒരിക്കലും കളയണ്ട, ഇതിലോട്ട് അത് ആഡ് ചെയ്യണം. അപ്പോഴാണ് കേട്ടോ അത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജാറിൽ ഒരു 4-5 ഏലക്ക എടുക്കുക. അതേപോലെ ഒരു ചെറിയൊരു പഴം, ഒന്ന് മതി കേട്ടോ, ഒരു പഴം മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്നതൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൽ നമുക്ക് പഴം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ പഴം ഇടാത്തവരാണെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലോട്ട് ഇനി ഇടാനുള്ളത് ഒരു 1/4 ടീസ്പൂണ് ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതേപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെക്കാം.
അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഫുള്ളും നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാത്തിലും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം എണ്ണ ചൂടായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ബാറ്റർ ഒഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല, അതേപോലെ നല്ല മുരിഞ്ഞിട്ട് കിട്ടത്തുമില്ല. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഒഴിക്കാൻ നോക്കാം കേട്ടോ. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് അരിയൊന്നും അരക്കാണ്ട് അതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നല്ല മുരിഞ്ഞ ഉണ്ണിയപ്പമായിരുന്നു. അതേപോലെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. ആ പഴത്തിൻ്റെ ഒക്കെയോ അതേപോലെ നമ്മളെ തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ഉണ്ണിയപ്പം ഇത്രയും എളുപ്പമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും